ഹലോ മുത്തുമണികളെ, കുറേ കാലങ്ങളായി ഒരു രേണുസുതി വിഷയം ഇങ്ങനെ കത്തിക്കേറി ഇങ്ങനെ പോകുന്ന ഒരു സന്ദർഭത്തിൽ ഈ ഒരു കാര്യം ചർച്ച ചെയ്യേണ്ടതാണ് എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ പറയുന്ന കുറേ കാര്യങ്ങളാണ്. അതായത് രേണുസുതി നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. സുതിയുടെ മരണശേഷം എല്ലാവരും ഭയങ്കരമായി ഉറ്റുനോക്കിക്കൊണ്ടിരുന്നതായിരുന്നു ഇവരുടെ ഒരു ലൈഫ്. കാരണം ഇവർക്കൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടേതല്ലാത്തൊരു മകൻ, ഇവരുടെ ഭർത്താവിൻ്റെ ആദ്യ വിവാഹത്തിലെ ഒരു മകൻ കൂടി ഇവരുടെ കൂടെ ആയി എന്നുള്ളതാണ്. എല്ലാവരും ഭയങ്കര സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ആ ഒരു കുടുംബം ജീവിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വലിയ ഒരു ഉദാഹരണമായിരുന്നു അവരെ സഹായിക്കാൻ മുന്നോട്ട് വന്ന കുറേ നന്മയുള്ള മനസ്സുകൾ എന്ന് പറയുന്നത്. അവർ ഒരുപാട് പേര് ഇവരെ സാമ്പത്തികമായിട്ടും അല്ലാതെയുമൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴും അതിന് ശ്രമിക്കുന്നു. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് രേണു ഒരു രോഗ അവസ്ഥയിൽ കൂടിയാണ് എന്നുള്ളതാണ്. ഇതൊക്കെ പറയുന്ന സമയത്തും നമ്മൾ പരസ്പരം കാണുന്ന, അതായത് ഇവരുടെ ലൈഫിൽ അല്ലാത്ത ചില കാര്യങ്ങൾ, ഇവരുടെ ഒരു പേര് പറഞ്ഞുകൊണ്ട് തന്നെ റിയാക്ഷൻ ചാനലുകൾ നടത്തുന്ന പരസ്പരം യാതൊരു തരത്തിലും അറിവുകൾ പരസ്പരം ബന്ധമില്ലാത്ത കുറേ യൂട്യൂബേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുന്നത് കാണുമ്പോൾ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ റിയാക്ഷൻ ചാനലുകാർക്ക് തമ്മിൽ ഒരു ഈഗോ ക്ലാഷ് ഉണ്ട്. ഇവിടെ പരസ്പരം നീയാണോ വലുത് ഞാനാണോ വലുത് എന്ന ഒരു ഈഗോ ക്രാഷ് നടക്കുന്നതിൻ്റെ ഇടയിൽ നശിച്ചു പോകുന്ന ചില ബന്ധങ്ങളുണ്ട്. അതായത് വേറെ ഒരു ബന്ധവുമല്ല, കിച്ചു റിത്തപ്പൻ. ഈ കിച്ചുവും റിത്തപ്പനും എന്ന് പറയുന്ന രണ്ട് കുട്ടികളും ഒരച്ഛൻ്റെ മക്കളാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കണ്ട. അമ്മമാർ മാത്രമാണ് വ്യത്യസ്തം. ഈ കുട്ടികൾ ഒരച്ഛൻ്റെ മക്കളാണ്. നമ്മളൊക്കെ കാണുന്ന ഒരു കാര്യവും കൂടിയായിരുന്നു കിച്ചുവിനെ കാണുമ്പോൾ ആ കുഞ്ഞു മകൻ്റെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷം, അവനോടൊപ്പം പുറത്തു പോകാനും അവനോടൊപ്പം ചിരിച്ച് കളിച്ച് ഉല്ലസിച്ച് നടക്കുന്ന ആ കുഞ്ഞു മകനെ കാണുമ്പോൾ ഒരമ്മ എന്നുള്ള നിലയിൽ എനിക്ക് വളരെ സന്തോഷം തോന്നാറുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ചില കാര്യങ്ങൾ നടക്കുന്നതും എനിക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നതാണ്. അതായത് ഇന്നലെ സന്ദീപിനെ അറസ്റ്റ് ചെയ്തു. അവിടെ രേണുവിൻ്റെ അച്ഛൻ ഫോണിൽ വീഡിയോ പിടിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് സന്ദീപിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ ഫോണ് പിടിച്ച് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ കരുതിയത് രേണുസുതി ആയിരിക്കാം കേസ് കൊടുത്തത്, അല്ലെങ്കിൽ രേണുസുതിയുടെ അച്ഛനോ അല്ലെങ്കിൽ രേണുസുതിൻ്റെ ചേച്ചിയോ ആരെങ്കിലും ആയിരിക്കാം കേസ് കൊടുത്തത്. രേണു ഇത്തരത്തിലൊരു രോഗാവസ്ഥയെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇവർ പോലീസ് സ്റ്റേഷനിൽ പാവിരിച്ച് കിടക്കുകയാണ് എന്നുള്ളതാണ് അറിഞ്ഞത്. ആരെന്ത് പറഞ്ഞാലും അവരുടെ പേരിൽ കൊണ്ടുവന്ന് കേസ് കൊടുത്ത് അവിടെ തന്നെ താമസമാക്കിയിരിക്കുന്നത് പോലെയാണ് രേണുവിൻ്റെ ചേച്ചിയും അച്ഛനും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു വീഡിയോ എടുക്കുന്ന രേണുവിൻ്റെ അച്ഛനെ കണ്ടപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചത്, സത്യത്തിൽ രേണു കൊടുത്ത കേസോ എന്തോ ആയിരിക്കാം എന്നുള്ളതായിരുന്നു. പക്ഷെ പിന്നീടാണ് കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോൾ രേണു അല്ല കേസ് കൊടുത്തിരിക്കുന്നതെന്നും അച്ഛനാണ്, രേണുവിൻ്റെ അച്ഛനല്ല പള്ളിയിലച്ഛനാണ് കേസ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യവും അറിയുന്നത്. ഇവിടെ ചില കാര്യങ്ങൾ സംസാരിക്കാതെ പോകാൻ വേണ്ടിയിട്ട് പറ്റൂല. അതായത് നമുക്കൊക്കെയും അറിയാം, റിത്തപ്പനും കിച്ചുവിനും വേണ്ടിയിട്ടാണ് ഒരു വീട് കുറേ ആളുകൾ ചേർന്ന്, ഒരാൾ സ്ഥലം കൊടുക്കുന്നു, ഒരാൾ വീട് വയ്ക്കുന്നു, അതിൻ്റെ അകത്തുള്ള സാധനങ്ങൾ വേറൊരാൾ കൊടുക്കുന്നു, അങ്ങനെ തുടങ്ങിയിട്ട് വീട് കൊടുത്തത്. ആ വീട്ടിൽ പിന്നീട് കുറേ നാളുകൾ കഴിഞ്ഞാണ് നമ്മൾ പോലും അറിയുന്നത് ആ വീട്ടിൽ കിച്ചു എന്ന് പറയുന്ന കുട്ടി ഇല്ല എന്നുള്ളതും കിച്ചു അവൻ്റെ അച്ഛൻ്റെ അമ്മയോടൊപ്പമാണ് താമസിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ വീട്ടിൽ ആരാണ് താമസിക്കുന്നത്? രേണുവിൻ്റെ അച്ഛനും സഹോദരിയും സഹോദരിയുടെ ഭർത്താവും
അങ്ങനെ തുടങ്ങിയിട്ട് കുറച്ച് ആൾക്കാർ. ഇവിടെ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതായത് രേണുവിന് ഒരസുഖം ബാധിക്കുന്നു. അസുഖപരമായി രേണു കിടപ്പിലാകുന്നു. പെട്ടെന്ന് തന്നെ രേണു ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. എൻ്റെ മകൻ്റെ ഉത്തരവാദിത്വം എൻ്റെ കുടുംബത്തിനാണ് എന്ന് പറഞ്ഞുകൊണ്ട്. എൻ്റെ ഭർത്താവിൻ്റെ മകന് യാതൊരു ബന്ധവുമില്ല. എൻ്റെ മകൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എൻ്റെ ചേച്ചിയുടെ എൻ്റെ കുടുംബത്തിനാണ് എന്ന് പറയുമ്പോൾ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. ഏതൊരു മാതാപിതാക്കളാണെങ്കിലും തങ്ങളുടെ മക്കള് വിട്ടുപിരിഞ്ഞ് പോവരുത്, അവർ ഒന്നിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാലും അവരൊരു കല്യാണ ജീവിതമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് അവരൊരു കുടുംബമായിട്ട് അങ്ങ് മാറും. ഇവിടെ ഈ കുഞ്ഞിനെന്ന് പറയുന്ന റിത്തപ്പന് അമ്മയും അച്ഛനും ഒക്കെ രേണുവാണ്. രേണുവിൻ്റെ അഭാവത്തിൽ ഒരച്ഛൻ്റെ കർമ്മം നിർവഹിക്കാൻ അധികാരമുള്ള ഒരാളെന്ന് പറയുന്നത് കിച്ചുവാണ്. പക്ഷേ ഈ കിച്ചു പ്രത്യക്ഷത്തിൽ ഒരു കോൺട്രവേഴ്സികൾക്കും വരാറില്ല. പക്ഷെ എന്തുകൊണ്ടോ ചിലരുടെ റിയാക്ഷനുകളുടെ ഫലമായിട്ട് കിച്ചു ആക്രമിക്കപ്പെടാറുണ്ട്, സൈബർ അറ്റാക്കിന് ഇരയാകാറുണ്ട്. ഈ സൈബർ അറ്റാക്കിന് ഇരയാകുന്ന സമയത്ത് കിച്ചു സ്വാഭാവികമായിട്ട് പ്രത്യക്ഷത്തിൽ വന്ന് ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ടുള്ള അവസ്ഥകേടിലേക്ക് വരുന്നത് നമുക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട്. അവിടെ എന്തെങ്കിലും ഒന്ന് കിച്ചു സംസാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേരിലും ഏറിലാകുന്ന കിച്ചുവിനെയും നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. കിച്ചുവിൻ്റെ വയസ്സ് 23 ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. 21 വയസ്സാണ് ആ മോന്. അപ്പോൾ ഒരു 21 വയസ്സുകാരന് ഒരു ജീവിതത്തിൽ ഒരിടവും ആശ്രയമില്ലാത്ത ഒരു മകന് ഒരു സൈബർ ലോകം അറ്റാക്ക് ചെയ്യുമ്പോൾ തൻ്റെ ഭാഗം ന്യായീകരിക്കുക എന്നുള്ള ഒരു നിവർത്തികേടിലേക്ക് ആ മകൻ വരികയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. അതുപോലെ തന്നെ പരസ്പരം ബന്ധമില്ലാത്ത യൂട്യൂബേഴ്സ് പരസ്പരം പോർ വിളിക്കാൻ വേണ്ടി കിച്ചുവിനെ ഇടയിലിടുന്നതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ പലരും, അതായത് ഈ കിച്ചുവും റിത്തപ്പനുമായിട്ടുള്ള ബന്ധത്തിനെ ഭയങ്കര മോശമായിട്ട് പറയുന്ന ചില യൂട്യൂബേഴ്സിൻ്റെയും അവരുടെ ചരിത്രം എടുക്കുക. നിങ്ങൾ യൂട്യൂബേഴ്സ് അത്തരത്തിൽ പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യൂട്യൂബേഴ്സിന് അവരുടെ ഫാമിലിയുമായിട്ടുള്ള റിലേഷനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുക. അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എടുക്കുന്ന സമയത്ത് ഒന്നുകിൽ അവർ സ്വന്തം ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാത്തവരായിരിക്കാം, സ്വന്തം ഭാര്യയോടൊപ്പം ജീവിക്കാത്തവരായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തം മക്കളെ മറ്റൊരാളിനെ വാപ്പ എന്ന് വിളിപ്പിക്കുന്നവരായിരിക്കാം, അച്ഛ എന്ന് വിളിപ്പിക്കുന്നവരായിരിക്കാം. അങ്ങനെ തുടങ്ങി കുടുംബജീവിതത്തിന് അല്ലെങ്കിൽ മറ്റൊരാളുടെ കുടുംബജീവിതത്തെ തട്ടിയെടുത്തവരായിരിക്കാം. അങ്ങനെ തുടങ്ങി കുടുംബ ബന്ധങ്ങൾക്ക് മൂല്യം നൽകാത്ത ചില ആളുകളാണ് ഇത്തരത്തിൽ ഈ രണ്ട് സഹോദരന്മാരെയും തമ്മിൽ തെറ്റിക്കാനായിട്ട് ശ്രമിക്കുന്നത് പോലെ. ഇവിടെ ഇങ്ങനെ ഒരു കോൺട്രവേഴ്സിയുടെ കാര്യം തന്നെ വരുന്നില്ല. കിച്ചു എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ്റെ വിഷയം തന്നെ വരേണ്ട കാര്യമില്ല. ആ കൊച്ചിൻ്റെ കാര്യം നോക്കി ഒരിടത്ത് സുഖമായിട്ട് ഒരിടത്ത് ഒതുങ്ങിക്കൂടി അത് ജീവിക്കുമ്പോൾ അതിനെ ഈ സോഷ്യൽ മീഡിയയിലേക്ക് ഇങ്ങനെ വലിച്ചടിപ്പിക്കുന്ന ചില യൂട്യൂബേഴ്സിനെ കാണുമ്പോൾ പുച്ഛമല്ല തോന്നുന്നത്. ശരിക്ക് ഒരു സമൂഹമാണ് ഒരു മനുഷ്യനെ ക്രിമിനലാക്കുന്നതും നല്ലവനാക്കുന്നതും എന്ന് മുമ്പ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൽ സത്യത്തിൽ ജീവിതത്തിൻ്റെ അരക്ഷിതാവസ്ഥയിൽ ചില കൈവിട്ടുപോയ നിമിഷങ്ങളുമായി ജീവിച്ച ആ മകനെ താൻ ചെയ്തത് തെറ്റാണ്, എനിക്കിനി അങ്ങനെ ഒരു വഴിയിലേക്ക് എനിക്ക് പോകണ്ട എന്ന് പറഞ്ഞ് നല്ലൊരു ജീവിതത്തിലേക്ക് വരാൻ ശ്രമിക്കുന്ന ആ മകനെ നീ അന്ന് അങ്ങനെ ചെയ്തില്ലേടാ, നീ അന്ന് അങ്ങനെ ചെയ്തു, നീ അങ്ങനെ തന്നെയാണ്, നീ മോശം തന്നെയാണ്, നീ ഇനി എത്ര നന്മ മരം കളിക്കാൻ വേണ്ടിയിട്ട് നിന്നാലും നീ നന്മ മരമല്ല. ആ ഒരു 21 വയസ്സുള്ള മകനെ നോക്കിയിട്ട് പറയുന്ന ഒരു കാര്യം നന്മ മരമെന്ന്. നന്മ മരം എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യവും ആ ഒരു മോൻ ചെയ്തതായിട്ട് ഞാൻ ഇതുവരെ ഇത് കാണുന്ന എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ശരിക്ക് ആ മകനോട് എന്തെന്നില്ലാത്ത ഒരു കുറ്റബോധമെന്ന് എന്നെ പറയാം. കാരണം ഈ ഒരു സോഷ്യൽ മീഡിയയിലെ അംഗം തന്നെയാണല്ലോ ഞാനും, എന്നിട്ടും ഞാൻ വാ അടച്ചു വെച്ച് മിണ്ടാതിരിക്കുന്നല്ലോ എന്നുള്ള എൻ്റെ കുറ്റബോധമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇടയാക്കുന്നത്. ഇവിടെ യൂട്യൂബേഴ്സ് തമ്മിലുള്ള ഈഗോ ക്ലാഷിനിടയിൽ രണ്ട് സഹോദരന്മാരെ ഭിന്നിപ്പിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും ഈ സമൂഹം മുന്നിട്ട് നിൽക്കുന്നു എന്നാലോചിക്കുമ്പോൾ ലജ്ജ തോന്നുകയാണ്. ലജ്ജ. ആ മകൻ്റെ ആ രേണുവിൻ്റെ ഒരു അതേ കണക്കല്ലേ രേണുവിൻ്റെ ഫാമിലിയോടും പറയാനുള്ളത്. രേണുവിൻ്റെ ഫാമിലി ചിന്തിക്കുന്നുണ്ടാകും,
രേണുവിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ വീടിന്റെ അവകാശം എന്ന് പറയുന്നത് ആ 2 കുട്ടികളിലാണ് വന്ന് കലാശിക്കുന്നത്. അപ്പോൾ ഈ കുട്ടി ഞങ്ങളുടെ കൂടെ ആണെങ്കിൽ, അതായത് റിത്തപ്പൻ ഞങ്ങളുടെ കൂടെ ആണെങ്കിൽ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരില്ല എന്നുള്ള ഒരു ചിന്തയായിരിക്കാം അവരെ കൊണ്ട് അത്തരത്തിൽ ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ അവരും ചിന്തിക്കേണ്ടുന്ന, അവരും പറയുന്ന ഒരു കാര്യമുണ്ട്, സുധിച്ചേട്ടൻ കൊണ്ടുവന്ന സമയം തൊട്ടേ ഞങ്ങൾ അവനെ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമായിട്ടാണ് കാണുന്നത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അന്നും ആ കുട്ടി ഒരുപാട് അരക്ഷിതാവസ്ഥ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആ കുട്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊന്നും വേണ്ട, അതൊന്നും സാരമില്ല, ഞാൻ അതിൽ നിന്നൊക്കെ വേർപെട്ട് എൻ്റെതായ ഒരു ജീവിതം ഞാൻ നയിക്കാമെന്ന് പറഞ്ഞ് പോയ ആ മകൻ്റെ പിന്നാലെ വീണ്ടും വേട്ടയാടുന്നത് പോലെ, ചിലർ വേട്ടയാടുന്നത് പോലെയാണ് തോന്നുന്നത്. ആ മകൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ അത്തരത്തിൽ ആ മകനെ വേട്ടയാടുന്നത് എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ രേണു തന്നെ പബ്ലിക്കിൽ വന്ന് പറഞ്ഞ ഒരു കാര്യമാണ്, കിച്ചു നിനക്കൊരു പാസ്റ്റ് ഉണ്ട്, കേട്ടാലറയ്ക്കുന്ന പാസ്റ്റ്, നിന്റെ ഭാവിയെ പോലും കെടുത്തിക്കളയാൻ പറ്റുന്ന ഒരു പാസ്റ്റ് ഉണ്ട്, ഞാനത് പറയേണ്ടി വരരുത് എന്ന് പറയുന്ന ഒരു അമ്മയിലേക്ക് ആ മകനെ വീണ്ടും അടുപ്പിക്കാൻ എന്തിനാണ് വെമ്പൽ കൊള്ളുന്നത്? എന്തിനാണ് വെമ്പൽ കൊള്ളുന്നത്? ആ മകൻ ഇതിനൊന്നും വയ്യ, ഇതിനൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അവൻ്റെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ആ മകനെ വീണ്ടും 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 ഈ ഒരു സോഷ്യൽ കോൺട്രവേഴ്സിയിലേക്ക് വലിച്ചിട്ടുകൊണ്ട് നീ അങ്ങനെ തന്നെയാണ്, നിനക്ക് ഒരിക്കലും നന്നാവാൻ കഴിയില്ല, നീ അങ്ങനെ തന്നെയാണ് എന്ന് അടിച്ചാക്ഷേപിക്കുന്ന ആ ഒരു നിലപാടിനെയാണ് ഞാനിവിടെ ചോദ്യം ചെയ്യുന്നത്. എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി? ഒരു വീടിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ടോ അതൊന്നും ആ കുട്ടിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ആ കുട്ടി ഉപേക്ഷിച്ചു പോയ സാധനങ്ങളാണ്. അവനാ വീടോ ഒന്നും തന്നെ വേണ്ട. ഇവിടെ രേണുവിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമോ എന്നുള്ള ഭയമായിരിക്കാം ആ വീട്ടുകാരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ അതിന് ചുക്കാൻ പിടിക്കുന്ന യൂട്യൂബേഴ്സ് ചിലര്, ഒരുപാട് പേര് ആ മകനെ, കിച്ചുവിനെ ഭയങ്കരമായിട്ട് അപമാനിക്കുന്നത് ഞാനിങ്ങനെ ശ്രദ്ധിച്ചു. ശരിക്കും എന്തിനാണ്? ആ മകൻ എന്ത് തെറ്റാണ് ചെയ്തത്? അവൻ്റെ പ്രായത്തിനുള്ളിൽ നിന്ന് അവനെ വളർത്തിയ ആ സ്ത്രീക്ക് ഒരു അസുഖം വന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്, അവൻ വരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു കൂട്ടം ആളുകൾ ആക്രമിക്കാൻ തുനിഞ്ഞ് നിൽക്കുന്ന, അവൻ എന്ത് ചെയ്താലും തെറ്റ് എന്ന് പറയാൻ നിൽക്കുന്ന ഒരു സമൂഹത്തിലേക്ക് ഒരു കോൺട്രവേഴ്സി ഇട്ടുകൊടുക്കാൻ തയ്യാറാവാതെ നിശബ്ദനായി അന്തം വിട്ട് നിൽക്കുന്ന ആ ഒരു കുഞ്ഞിനോട് നിങ്ങൾക്കൊരല്പം പോലും ദയ തോന്നുന്നില്ലേ മനുഷ്യരെ? നിങ്ങൾക്ക് ഷെഫീന ബീവിയോട് നിലപാടിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം, ദേഷ്യമുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ സന്ദീപിനോട് ദേഷ്യമുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ നിലപാടിനോട് നിങ്ങൾക്ക് വ്യത്യാസമുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിലിനോട് നിങ്ങൾക്ക് വ്യത്യാസമുണ്ടായിരിക്കാം, നിലപാടിൽ വ്യത്യാസമുണ്ടായിരിക്കാം. ഇവിടെ അവർ പറയുന്ന അഭിപ്രായത്തിന് എതിരഭിപ്രായം ഞങ്ങൾ പറയും. സത്യത്തിൽ ഇവർക്ക് പരസ്പരം തമ്മിൽ അറിയുക പോലുമില്ല. ഇവർ യൂട്യൂബിലെ റിയാക്ഷൻ ചാനൽ നടത്തുന്ന ചില വ്യക്തികൾ മാത്രമാണ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ചില വ്യക്തികൾ മാത്രമാണ്. അവരവരുടെ അഭിപ്രായമാണ് പറയുന്നത്. ഈ അഭിപ്രായത്തിൽ വ്യത്യസ്ത അഭിപ്രായമുള്ള ആളുകൾ, അല്ലെങ്കിൽ ഈ ആളുകളെ ഇഷ്ടമില്ലാത്ത, ഇപ്പൊ ഷെഫീന ബീവിനെ ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട്, അതുപോലെ സന്ദീപിനെ ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട്, അതിലിനെ ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട്, കൈസിനെ ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട്. അതുകൊണ്ട് കൈസ് എന്ത് നിലപാട് പറഞ്ഞാലും അതിൻ്റെ ഓപ്പോസിറ്റ് നിലപാട് ഞങ്ങൾ പറയും. ഈ ഓപ്പോസിറ്റ് നിലപാട് പറയുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് എവിടേക്കാണ്? സൊസൈറ്റിയിലേക്കാണ്. നിങ്ങളെ വളർത്തി വലുതാക്കിയ ഈ സൊസൈറ്റിയെ നിങ്ങൾ നിഷ്കരണം ചതിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു നിലപാട് വരുന്നില്ല. അവിടെ നിങ്ങൾ എതിരിൽ നിൽക്കുന്നത് മറ്റൊരു റിയാക്ടറാണ്. അയാളെ ഇടിച്ചു താഴ്ത്തണം. അയാളെ ഇടിച്ചു താഴ്ത്താൻ വേണ്ടി സത്യത്തിന് നേരെ നിങ്ങൾ മുഖം തിരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു 21 വയസ്സുകാരനോട് നിങ്ങൾ ചെയ്യുന്ന ക്രൂരത എന്താണ് എന്നുള്ളത്. റിത്തപ്പൻ എന്ന് പറയുന്ന ആ ഒരു കുഞ്ഞിനോട് നിങ്ങൾ ചെയ്യുന്ന ക്രൂരത എന്താണ് എന്നുള്ളത്. 2 സഹോദരന്മാരെ തമ്മിൽ ഒരമ്മയെ മുന്നിൽ കാണിച്ച് നിന്റെ അമ്മയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ നിന്റെ അമ്മ നിന്റെ സഹോദരനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് എത്രത്തോളം ആ ഒരു ഫാമിലിയെ തമ്മിൽ കണ്ടാൽ മുഖത്തോട് മുഖം നോക്കാത്ത വണ്ണം നിങ്ങൾ റിയാക്ഷൻ ചാനലുകാർ ആക്കി തീർത്തിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. ഈ രേണുസുധീനെയും കിച്ചുവിനെയും തമ്മിലുള്ള കോൺട്രവേഴ്സി വരുന്നതിനു മുമ്പ് പോലും
രേണു സുധി ഏതെങ്കിലും ഒരു ആൽബത്തിൽ അഭിനയിച്ചാൽ പോലും നേരെ യൂട്യൂബേഴ്സ് റിയാക്ഷൻ ചാനൽ നടത്തുന്നവർ നേരെ പോകുന്നത് കിച്ചുവിൻ്റെ അഭിപ്രായം തേടിയിട്ടാണ്. കിച്ചു എന്തിനതിന് അഭിപ്രായം പറയേണ്ടത്? കിച്ചു എന്തിനതിന് അഭിപ്രായം പറയണം? എന്നിട്ട് അയ്യോ കിച്ചു അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം തന്നെ പറഞ്ഞിട്ടേ ഉണ്ടാവൂല. പക്ഷെ ഇവരുടെ തമ്പനയിൽ എന്ന് പറയുന്നത് കിച്ചു ഇതിനെതിരെ ആഞ്ഞടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരുടെ തമ്പനയിൽ വരുന്നത്. ശരിക്കും എത്രത്തോളം നിങ്ങൾ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് നിങ്ങളെ കേൾക്കാൻ വരുന്ന നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സാണ്. നിങ്ങൾ പക വീട്ടുന്നതായിരിക്കാം. നിങ്ങൾ നിലപാടുകളിൽ വ്യത്യാസം, നിങ്ങൾ പറയുന്ന കാര്യങ്ങളിലുള്ള വ്യത്യസ്തത എന്ന് പറയുന്നത് നിങ്ങൾ ആ റിയാക്ട് ചെയ്യുന്നതായിരിക്കാം. പക്ഷെ അവിടെ ശിഥിലമാക്കപ്പെടുന്ന ഒരു കുടുംബത്തെക്കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് മറന്നു പോകുന്നു? അവിടെ ഈ റിതപ്പൻ എന്ന് പറയുന്ന ആ ഒരു മകൻ ഏറ്റവും അവസാന നിമിഷം വരെയും കിച്ചുവായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. പക്ഷെ ലാസ്റ്റത്തെ കോൺട്രവേഴ്സിക്ക് ശേഷം ആ ഒരു കുട്ടി ഇവനെ കാണുമ്പോൾ ഓടി വരാൻ നിൽക്കുന്ന കുട്ടി മറ്റാരെയോ ഭയന്ന് ഒതുങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്തിനാണ് ഇതിനൊക്കെ വളം വെക്കുന്നത്? ഇവിടെ ജീവിക്കാൻ വിട് എന്ന് പറയാൻ കൂടി എനിക്ക് പറ്റുന്നില്ല. അതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഭാര്യയും ഭർത്താവും ഒരു യാത്രയിലായിരുന്ന സമയത്ത് കിച്ചുവിനെ കണ്ടുമുട്ടി. ഇപ്പോൾ ആ ഭാര്യയും ഭർത്താവും എയറിലാണ് എന്നുള്ളതാണ്. ആ യൂട്യൂബേഴ്സ് എയറിലാണ്. കാരണം എന്താണ്? കിച്ചുവിനെ അവർ ചേർത്ത് നിർത്തി മോനെ എന്ന് വിളിച്ചു. എന്തേ? അവർക്ക് അതേ പ്രായത്തിലൊരു മകനുണ്ട്. അവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു മാതൃസ്നേഹം വന്നു എങ്കിൽ അതിനെ തെറ്റ് പറയാൻ ആർക്കാണ് അവകാശമുള്ളത്? അവരെ ഇങ്ങനെ എയറിലെടുത്ത് വെച്ചേക്കാണ്. കിച്ചുവിനെ എടുത്തു തലയിൽ വെച്ചു, കിച്ചുവിനെ നോക്കി, കിച്ചുവിനെ തലോടി, കിച്ചുവിൻ്റെ കൂടെ യാത്ര ചെയ്തു. എന്ത് തെറ്റാണ് ആ 21കാരൻ നിങ്ങളോട് ചെയ്തത്? എന്ത് തെറ്റാണ്? നമ്മളൊന്ന് ചിന്തിക്കുക. ഇവരിങ്ങനെ അങ്ങ് പറയുകയാണ്, അയ്യോ എന്നാലും വയ്യാതായിട്ടും കിച്ചു വന്ന് നോക്കിയില്ലല്ലോ. കിച്ചുവിന് ഇഷ്ടമുണ്ടെങ്കിൽ കിച്ചു വന്ന് നോക്കട്ടെ. കിച്ചുവിനെ കുറിച്ച് ഒരമ്മ പറയുന്നതിൻ്റെ അപ്പുറം ആ സ്ത്രീ പറഞ്ഞു കഴിഞ്ഞു. ഇനി കിച്ചുവിന് ഇഷ്ടമുണ്ടെങ്കിൽ വന്ന് നോക്കട്ടെ. അവനെ കൊണ്ട് നിങ്ങൾ കിച്ചുവിനെ കൊണ്ട് നിർബന്ധിച്ച് രേണു സുധീനെ കാണാൻ കൊണ്ടുവന്നാൽ അവർ തമ്മിലുള്ള അറ്റാച്ച്മെന്റ് ഉണ്ടാകുമോ? ഇല്ലാത്ത ഒരു ബന്ധത്തിനെ നമ്മളായിട്ട് എന്തിനാണ് വലിച്ചു കൂട്ടി അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് അത് ഇല്ലാന്നാക്കുന്നത് എന്തിനാണ്? ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വേദന തോന്നുന്നുണ്ട്. ആ 2 കുഞ്ഞുങ്ങളുടെ ജീവിതം ആലോചിച്ചിട്ട്, അല്ലെങ്കിൽ ഈ ഒരു 21 വയസ്സുകാരന് വീണ്ടും നിങ്ങൾ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ട് നീ അങ്ങനെ തന്നെയാണ്, നിനക്ക് അങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ട്, നീ അങ്ങനെ തന്നെയാണ്, നീ അങ്ങനെ തന്നെ വരൂ, നിനക്കിനി ഒരിക്കലും അതിൽ നിന്ന് നേരെയാവാൻ വേണ്ടിയിട്ട് പറ്റൂല എന്ന് പറയുന്ന ഒരു സമൂഹം, ആ കുട്ടിയെ രക്ഷപ്പെടാൻ അനുവദിക്കാത്ത ഒരു സമൂഹം എന്താണ്? ചിന്തിക്കുക. നിങ്ങളൊന്ന് ചിന്തിക്കുക. നിങ്ങൾ സഹായിക്കണ്ട, നിങ്ങൾ ദ്രോഹിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ്. നിങ്ങൾ പരസ്പരം പടപൊരുതാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ഈഗോ തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇല്ലാതാക്കുന്നത് കുറേയധികം ജീവിതങ്ങളെയാണ്. നിങ്ങൾ സത്യസന്ധമായ കാര്യങ്ങൾ സമൂഹത്തിൽ കൊടുക്കാതെ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുകയാണ്. നിങ്ങൾ നശിപ്പിക്കുകയാണ്, ഈ ജീവിതങ്ങളെ നശിപ്പിക്കുകയാണ്. ഇവരുടെ ഉള്ളിലേക്ക് നിങ്ങൾ വിഷം ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? നിങ്ങളുടെ തന്നെ സഹപ്രവർത്തകരോട് നിങ്ങൾക്ക് തോന്നുന്ന ദേഷ്യം, നിങ്ങൾ മറ്റ് ജീവിതങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. നിങ്ങൾ തന്നെ ആലോചിക്കുക. ഇത് കേൾക്കുകയും കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന നിങ്ങൾ ആലോചിക്കുക.